ഡേ 3 ഓഫ് നോ സ്മോക്കിംഗ്. അപ്പോൾ പനിയാണ് ഗൈസ്, അതുകൊണ്ട് രാവിലെ ക്ലാസ് എടുക്കാൻ പറ്റിയില്ല, വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഒന്നിനും പറ്റാത്തൊരവസ്ഥ. വെള്ളം മാത്രമാണ് കുടിക്കുന്നത്. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, ഡ്യൂട്ടിക്ക് പോയി. ഓക്കെ ഗൈസ്, അങ്ങനെ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കണം. പനി പിടിച്ചിരിക്കുമ്പം ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. മുട്ട പുഴുങ്ങി കഴിക്കാൻ പറ്റുമോ സക്കീറുമായി? ഓക്കെ, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ചെറിയ മുട്ട നോക്കി എടുക്കാം ഗൈസ്. 7, 8, 9, 10. ഓക്കെ ഗൈസ്, ട്രൈ ചെയ്ത് നോക്കാം, കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. സംഭവം വേറെ ഒന്നല്ല ഗൈസ്, വേറെ ഫുഡൊന്നും ഉണ്ടാക്കി കഴിക്കാൻ അറിയില്ല, ഉണ്ടാക്കാൻ അറിയത്തില്ല ഗൈസ്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം, കഴിക്കാൻ പറ്റുമായിരിക്കും. ഇത് ഓൾറെഡി മസിൽ മെമ്മറിയിലുള്ള സാധനമാണ്. പിന്നെ ടേസ്റ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. മുട്ടയ്ക്ക് പ്രത്യേകിച്ച് ഇനി ഒരു പുതിയ കയ്പ് ഫീൽ ചെയ്യാം, അങ്ങനെയൊക്കെ തോന്നുമായിരിക്കും. ഓക്കെ, ഒന്നുമില്ല ഗൈസ്, 4 കിലോയാണ് കുറഞ്ഞത്. 2 ദിവസമായുള്ളൂ പനിയായിട്ട്. 4 കിലോ ഓരോ ഗ്രാം വെച്ച് കൂട്ടിക്കൊണ്ട് വരുന്നതാണ്. 78ആണ് ഐഡിയൽ വെയിറ്റ്. അവിടുന്ന് ഒരു 2 days കൊണ്ട് അങ്ങനെ കുറഞ്ഞ് 4 kg റെഡ്യൂസ് ആയി. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ 2 ദിവസം കൊണ്ട് 4 kg? ഇങ്ങനെ തുറന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് പുഴുങ്ങിയ മുട്ട തിന്നുമ്പോൾ ഉള്ള സുഖം, അതും പനി പിടിച്ച് ഒരു ടേസ്റ്റും അറിയാത്തൊരു വായില് ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്ങനെ കഴിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. എന്നാലും എങ്ങനെയെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. അത് മാത്രമല്ല, ഒരുപാട് അഭിനയിക്കാനും സമയമില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് എന്തോ മീറ്റിംഗ് ഉണ്ട്, പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ തന്നെ ഏകദേശം 3 മണിയായി, 3:10 അപ്പൊ ഒരു 3:30 ആകുമ്പോഴത്തേക്ക് ഈ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അവിടെ പെട്ടെന്ന് എത്തിയേ പറ്റുള്ളൂ. അല്ലെ കുറച്ച് എക്സ്പ്രഷൻ ഒക്കെ ഇടായിരുന്നു, ഇത് പറ്റുന്നില്ല ഗൈസ്, ഇത് തിന്നാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയായിരുന്നു. ഇത് വേറെ ഓപ്ഷൻ ഇല്ല ഗൈസ്, ഇത് തിന്നേ പറ്റുള്ളൂ. മുട്ട പൊളിക്കുമ്പം ഇങ്ങനെ പൊളിഞ്ഞു വരാത്തൊരവസ്ഥയുണ്ടല്ലോ ഗൈസ്. ഇതിലും വലിയൊരു ടോർച്ചർ ജീവിതത്തിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ വൈറ്റ് മാത്രം കഴിച്ചിട്ട് ഈ യെല്ലോ കളയുവന്ന്. ഞാൻ ഈ സമയത്ത് കഴിക്കുമെന്ന് അറിയാവുന്ന കുറച്ച് ആൾക്കാർ എന്റെ ചുറ്റോട്ടുമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം, നോക്കിയോ ഗൈസ്. നമ്പർ 1 ഇതാണ് ഒരാള്. ഓക്കെ, ഇനി 2 പേരുണ്ട്, കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യും. ഇതാണ് 2ാമത്തെ ആള്. ഇതാണ് ഗൈസ് 3ാമത്തെ ആള്. ഏതോ ഒരു എല്ല് കിട്ടിയിട്ടുണ്ട് ഗൈസ്, അത് തിന്നുന്നതിന്റെ ഏതോ പഴകിയ എല്ലാണ്. അപ്പൊ പിന്നെ അവന് ഫ്രഷ് സാധനം കിട്ടിയപ്പം അതിലേക്ക് ഫോക്കസ് ചെയ്തു. ഓക്കെ, എന്തോ കിളിയാണ് ഗൈസ്, എന്തോ സാധനമാണ്. എന്താണ് സാധനം? കൈ കഴുകിയിട്ട് പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം അതൊക്കെയാണ് നമ്മളുടെ ഫീവർ ഡേയിലെ കാര്യങ്ങൾ. ഓക്കെ, വൈകിട്ട് 2 ക്ലാസ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യണം. അതോടുകൂടി ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ആവുകയാണ്. അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്, താങ്ക് യു.